സാഹചര്യത്തിലായിരിക്കും, ഒരു മാനസികാവസ്ഥയിലായിരിക്കും ആ കുടുംബം എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. കാരണം അവരുടെ സങ്കട കണ്ണീരിൻ്റെ ദിവസങ്ങൾ 75 ദിവസത്തിലേക്ക് എത്തി. എത്ര ദിവസങ്ങൾ അവർ കരഞ്ഞിട്ടുണ്ടാകും. കണ്ണീർ വറ്റിപ്പോയി കണ്ണാടിക്കല്ലേ ആ വീട്ടിൽ. വളരെ നിശബ്ദമായി അതൊക്കെ കരയാനുള്ള ശേഷി പോലും ഇല്ലാതെ മലയാളികൾ, ആ കുടുംബാംഗങ്ങൾ അർജുനെ ഏറ്റുവാങ്ങുകയാണ്. അവസാനമായി അർജുൻ ഇനിയില്ല, അർജുൻ ഇനിയൊരു തിരികെ പോക്കില്ല ആ വീട്ടിൽ നിന്ന്. അർജുൻ അവിടെ ഉണ്ടാകും. അർജുൻ ഓർമ്മകളിൽ നിറയും. അർജുൻ എന്ന ആ യുവാവ്, അർജുൻ എന്ന ആ സഹോദരൻ ഏറ്റവും കൂടുതൽ 75-ാം ദിവസം സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയതിൻ്റെ സങ്കട കാഴ്ചയാണ് കാണുന്നത്. സാധാരണ അർജുൻ ഓടിയെത്തുമ്പോൾ അർജുൻ ദീർഘദൂരം യാത്ര ചെയ്ത് മടങ്ങിയെത്തുമ്പോഴെല്ലാം ഓടിയെത്തുന്ന ഒരു പിഞ്ചു കുഞ്ഞുണ്ടവിടെ. അവനായി കരുതി വെച്ചൊരു കളിപ്പാട്ടമുണ്ടായിരുന്നു അർജുൻ്റെ ആ ലോറി ക്യാബിനിൽ. അർജുനെ പോലെ തന്നെ ആ ലോറി ക്യാബിനിൽ അത്രയും വലിയ അടിയൊഴുക്കുള്ള ഗംഗാവലി പുഴയിൽ ആ കളിപ്പാട്ടവും സുരക്ഷിതമായി ഉണ്ടായിരുന്നു. എന്തിൻ്റെയൊക്കെയോ ശേഷിപ്പെന്ന പോലെ ചില ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാകണം, അല്ലെങ്കിൽ ആ കുടുംബത്തിനുള്ള കരുത്തിന് വേണ്ടിയാകണം. അത്രമാത്രം സ്നേഹം ആ ദുരന്തത്തിനിടയിലും പ്രകൃതിയും അർജുൻ എന്ന മനുഷ്യനോട് കാണിച്ചു, ആ കുടുംബത്തോട് കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടോം കുര്യാക്കോസ് ആ വീട്ടിലുണ്ട്. ടോം അർജുൻ അവസാനമായി എത്തി. ആ വീട്ടിലത്തെ കാഴ്ചകൾ അത് വിവരിക്കുക പ്രയാസമാണ് എങ്കിലും പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി എന്താണ് ടോം അവിടെ നടക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ 75 ദിവസം നീണ്ട കാത്തിരിപ്പ്. ഈ കാത്തിരിപ്പിനൊടുവിൽ തങ്ങളുടെ പ്രിയപ്പെട്ട അർജുൻ അവന്റെ സ്വപ്ന ഭവനത്തിലേക്ക് എത്തിയ കാഴ്ച. ഇതിനു മുൻപ് അർജുൻ എത്തുമ്പോൾ അവന്റെ മകന് കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരും, അല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ടവർക്ക് സമ്മാനങ്ങളുമായിട്ട് വരുന്ന അർജുനായിരുന്നുവെങ്കിൽ ഇന്ന് അർജുൻ വീട്ടിലേക്ക് വരുമ്പോൾ സാധാരണ സന്തോഷത്തോടെ എതിരേറ്റുന്ന വീട്ടുകാർ, ഉറ്റവര്, ബന്ധുക്കള്, നാട്ടുകാര് ഇന്ന് വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ കണ്ണീരണിഞ്ഞു നിൽക്കുകയാണ്. എന്തോ നേരത്തെ സൂചിപ്പിച്ചു, ഒരുപക്ഷെ കരഞ്ഞ് കണ്ണീര് പറ്റിയ കണ്ണാടിക്കലിലെ നാട്ടുകാരെ കുറിച്ച്, വീട്ടുകാരെ കുറിച്ച് ഒരു വസ്തുതയാണല്ലോ. കാരണം ഒരുപക്ഷെ അർജുന്റെ ഭൗതികദേഹം, ശരീരാവശിഷ്ടങ്ങള് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു വികാരനിർഭരമായ കാഴ്ചകൾ തന്നെയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇവിടെ ആളുകളുടെ, ഇവിടെ കൂടിയ നാട്ടുകാരുടെ, ജനങ്ങളുടെയൊക്കെ മനസ്സിൽ വലിയൊരു വിങ്ങലാണ്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും, ഓരോ മലയാളികളുടെയും കുടുംബാംഗമായി മാറിയ അർജുനും അർജുന്റെ ഉറ്റവരും, അവരുടെ ഒരു വേദന, വീട്ടിലേക്ക് അർജുൻ എത്തുമ്പോൾ എന്തായിരിക്കും ആ മാനസികാവസ്ഥ എന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അത് നമ്മുടെയൊക്കെ വലിയൊരു ആശങ്ക അതായിരുന്നു. അവന്റെ മകൻ അത് താങ്ങാൻ പറ്റുമോ, ഭാര്യയ്ക്ക് താങ്ങാൻ പറ്റുമോ? ഒരുപക്ഷെ അതൊക്കെ കുടുംബം ഉൾക്കൊണ്ട്, അത് യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊണ്ടിരുന്നു. അർജുൻ ഇല്ല എന്നത് അവസാന സമയത്ത്, അതായത് നമുക്കറിയാം ആദ്യത്തെ ഒരാഴ്ച അർജുന് ജീവനോടെ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് ആ പ്രതീക്ഷ നശിച്ച് ശിരൂരിലെ ഗംഗാവലി പുഴയിലെ തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിപ്പോയ ദൗത്യ സംഘം അതിനുശേഷം ഒരാഴ്ച മുൻപ് ഗോവയിൽ നിന്നും ഡ്രഡ്ജർ എത്തിയപ്പോൾ ഒരു പ്രതീക്ഷ കൈവരുമ്പോഴും എല്ലാവരുടെയും മനസ്സിലൊരൊറ്റ പ്രാർത്ഥന മാത്രമായിരുന്നു. ടോം സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ദിവസങ്ങളാണ് നമ്മൾ അർജുന് വേണ്ടി കാത്തുനിന്നത്. ഒരുപാട് നാളുകൾ എണ്ണം പറഞ്ഞ് നമ്മൾ കാത്തുനിന്ന ഒരുപാട് ദിവസങ്ങളുണ്ട്. 75-ാം നാളിൽ അർജുനെ നമ്മൾക്ക് വീട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ആശ്വാസമുണ്ട്. പക്ഷേ അതിനും എത്രയോ അപ്പുറമാണ് നമ്മൾ മലയാളികൾ അർജുനായി കാത്തിരുന്ന, വിങ്ങിപ്പൊട്ടി നിന്ന നിമിഷങ്ങൾ. എത്രമാത്രം ശ്വാസം മുട്ടി നമ്മൾ നിന്നു. ആ ഗംഗാവലി പുഴയുടെ അടിയിൽ അർജുൻ ശ്വാസം മുട്ടി കിടന്നപ്പോൾ മലയാളവും ശ്വാസം മുട്ടുകയായിരുന്നു. സ്നേഹം കൊണ്ടാണത്. അത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ അർജുനെ ഏറ്റുവാങ്ങുന്നത്. അത്രമാത്രം കരുതലോടുകൂടിയാണ് നമ്മൾ അർജുന് വേണ്ടി ആ കണ്ണാടിക്കൽ, ആ വീട്ടുമുറ്റത്ത് ചേർന്ന് നിൽക്കുന്നത്. അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല. യാതൊരു വ്യത്യാസങ്ങൾക്കും, യാതൊരു അതിർത്തികൾക്കും ഇടമില്ലാത്ത വിധം തിങ്ങി എത്തിക്കൊണ്ടിരിക്കുകയാണ് മലയാളികളൊന്നായി ആ വീട്ടുമുറ്റത്തേക്ക്. ടോം പറഞ്ഞത് പോലെ തന്നെ ഓടിയെത്തിയിരുന്നതാണ് അർജുൻ പലവട്ടവും. ദീർഘമായിട്ടുള്ള ദിവസങ്ങൾ
നീളുന്ന യാത്രയ്ക്കൊടുവിൽ അർജുന വീട്ടിലേക്ക് എത്തുന്ന കാഴ്ച ആ വീട്ടുകാർക്ക് എത്രയും സന്തോഷമായിരുന്നു, എത്ര മനോഹരമായിരുന്നു ആ നിമിഷങ്ങൾ. ആ നാട്ടുകാർ പറയുന്നത് കേൾക്കണം. അർജുൻ ആ നാട്ടിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന, എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്നിരുന്ന ഒരു യുവാവ്, ആ കുടുംബത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചിരുന്ന, വളരെ ചെറുപ്പത്തിൽ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളാണ്. ഇനി ആ കുടുംബത്തിന് അങ്ങനെ ഒരു അത്താണിയില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. പക്ഷെ അപ്പോഴും നമ്മളെല്ലാവരും ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാം. ടോം, അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയല്ലേ അവിടെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത്? എന്തോ തീർച്ചയായും. കാരണം ഇവിടെ ഇന്നലെ വൈകുന്നേരം മുതൽ മാധ്യമ പ്രവർത്തകര്, രാഷ്ട്രീയ പ്രതിനിധികൾ, നാട്ടുകാരൊക്കെ അർജുന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ അവർക്കൊക്കെ അർജുന്റെ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്നൊരു ആശങ്ക എല്ലാവരുടെയും മനസ്സിലുണ്ട്. അത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം ഇതുപോലൊരു കാലഘട്ടത്തെ അതിജീവിക്കാന്ന് പറയുമ്പോൾ ശരിക്കും ഒരു നഷ്ടപ്പെടല്, അതിൻ്റെയൊക്കെ വേദന ഒരുപക്ഷെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അർജുന്റെ സഹോദരി പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അർജുനെ തിരിച്ചു കിട്ടണം, അർജുന്റെ അവസാനം നമുക്കറിയാം, നമുക്ക് എത്രയോ വൈകാരികമായിട്ടാണ് അർജുന്റെ സഹോദരി അന്ന് സംസാരിച്ചത്. അർജുൻ ഇനി വരില്ല എന്ന് ഞങ്ങൾക്കറിയാം, അവനെ ഒന്ന് കാണണം, അവസാനമായിട്ട് അവന്റെ ശരീരമെങ്കിലും ഞങ്ങൾക്ക് വേണം എന്ന് വളരെ വൈകാരികമായി പറഞ്ഞപ്പോൾ അന്ന് കേരളം ഒന്നടങ്കം കേണപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ ഓരോ മലയാളികളും പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, ആ കുടുംബത്തിന്റെ വേദനയ്ക്കൊപ്പം നിന്നിട്ടുണ്ടാകാം. അവരൊക്കെ ആഗ്രഹിച്ചതാണ് ആ കുടുംബത്തിന്റെ പ്രാർത്ഥന പോലെ 72 ദിവസത്തിന് ശേഷം അർജുന്റെ ശരീരം കണ്ടെത്തുമ്പോൾ അത് മലയാളികളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണ്, കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. കാരണം ഇന്നിവിടെ സതീഷ് കൃഷ്ണ MLA, കാർവാർ MLA-യും ഈശ്വർ മൽപ്പയും ഇവിടെ എത്തിയപ്പോൾ അവർക്ക് ലഭിച്ചൊരു സ്വീകരണമുണ്ട്. കാരണം അത് മലയാളികളുടെ സ്നേഹമായിരുന്നു. കാരണം ഒരു കോഴിക്കോട് കണ്ണാടിക്കലിലുള്ള ഒരു ചെറുപ്പക്കാരന് വേണ്ടി, അവനെ കണ്ടെത്താൻ വേണ്ടി ഇത്ര അധികം കർണാടക സർക്കാർ പണം ചെലവഴിച്ചു എന്നതിനപ്പുറം ഒരു മനുഷ്യസ്നേഹികളെ, ഈശ്വർ മുൽപ്പയെ പോലെ അല്ലെങ്കിൽ മനാസിനെ പോലെ, മനാസിന്റെ ലോറി നഷ്ടപ്പെട്ടു. പക്ഷെ അവനതിനേക്കാളും വേദന, അവനതിനേക്കാളും നഷ്ടം തോന്നിയത്, പ്രയാസം തോന്നിയത് അവന്റെ പ്രിയപ്പെട്ട ചങ്ങാതിയെ, അർജുനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയായിരുന്നു. അവരൊക്കെ ആഗ്രഹിച്ചതാണ് അവനൊന്ന് കാണണം, അതുമായിട്ട് അർജുനെയും കൊണ്ടേ ഞങ്ങൾ മടങ്ങൂ എന്ന് ദൃഢനിശ്ചയത്തോടെ നിന്ന മനാഫിനെ പോലെയുള്ള മനുഷ്യസ്നേഹികളെ. ഇവിടെ ഓരോരുത്തരും ഇവിടെ എത്തുന്നവരൊക്കെ നമുക്കറിയാം. രാവിലെ നമ്മുടെ ന്യൂസ് 8-ന്റെ മോർണിംഗ് ഷോയില് ഈ കണ്ണാടിക്കലില് അവിടെ ലൈവ് നിന്നപ്പോൾ അവിടെ ഒരു കോട്ടയത്ത് നിന്നെത്തിയ ഒരു മനുഷ്യനെ കണ്ടു. ഒരിക്കൽ പോലും അർജുനെ നേരിട്ട് കണ്ടിട്ടില്ല. വയനാട്ടിൽ നിന്നുള്ള മനുഷ്യരെ കണ്ടു, ഒരിക്കൽ പോലും അർജുനെ കണ്ടിട്ടില്ല. പക്ഷേ അവർ അർജുനെ കാണാൻ വരുന്നത് ഒരു മനുഷ്യനോടുള്ള സ്നേഹം കാണിക്കാൻ, ഒരു മനുഷ്യ സ്നേഹിയോടുള്ള ഒരു അവസാനത്തെ യാത്രയപ്പ് നൽകാൻ. സാധാരണ നേരത്തെ എൽദോ സൂചിപ്പിച്ചു, ഒരു സിനിമാ താരമല്ല, ഒരു രാഷ്ട്രീയ നേതാവല്ല, ഒരു സാധാരണക്കാരനായ മനുഷ്യന് ഇങ്ങനെ ഒരു യാത്രയപ്പ് നൽകണമെങ്കിൽ ഈ അർജുൻ എത്രത്തോളം നമുക്കൊക്കെ പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു, അർജുന്റെ കുടുംബാംഗങ്ങൾ എത്രത്തോളം പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു എന്നതിന്റെ നേർസാക്ഷ്യമാണല്ലോ ഇവിടെ നിന്നും ഈ അർജുന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക. കാരണം അത്രയധികം ആളുകളുണ്ട്. ഒരുപക്ഷെ ഇത് 1 മണിക്കൂർ നേരത്തേക്കാണ് ഈ പൊതുദർശനം എന്ന് പറയുമ്പോഴും 1 മണിക്കൂറല്ല, എത്ര മണിക്കൂറുകൾ പിന്നിട്ടാലും ഈ ആളുകൾക്ക്, ഇവിടെ എത്തിയിരിക്കുന്ന ആളുകൾക്ക് അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന കാര്യം സംശയം. കാരണം ഇത് അധിക സമയം ഈ ശരീരാവശിഷ്ടങ്ങൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും എല്ലാവർക്കും അർജുനെ കാണാൻ ആദരാഞ്ജലി അർപ്പിക്കാനുള്ളൊരു അവസരം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പുലർച്ചെ മുതൽ ഇവിടെ എത്തിയവരുണ്ട്, ഇന്നലെ സംസ്ഥാനത്തിന് വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിയവരുണ്ട്, അർജുന ഒരിക്കൽ പോലും കാണാത്തവർ, അറിയാത്തവരുണ്ട്. അവരൊക്കെ പറയുന്നത് അർജുൻ അത്രത്തോളം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി മാറിയെന്നാണ്. ഇനി ഇപ്പോൾ വീട്ടുകാർ അർജുന്റെ ഭൗതിക ശരീരം കാണുന്ന കാഴ്ച നമുക്കറിയാം, ശരീരം ഏതവസ്ഥയിലാണെന്ന്. പക്ഷേ അർജുനെ ഒന്ന് കാണുക എന്നത് തന്നെയാണ് അവരുടെ ആഗ്രഹം. അതാണ് ആ ആഗ്രഹം നിറവേറ്റിയതിൽ പലർക്കും പങ്കുണ്ട്. ഈശ്വർ മൽപ്പ, അല്ലെങ്കിൽ സതീഷ് കൃഷ്ണ സെയില്, കേരളത്തിലെ ഗവൺമെന്റ്, കർണാടക സർക്കാർ, ഇവിടുത്തെ ജനപ്രതിനിധികൾ, നാട്ടുകാർ, മാധ്യമ പ്രവർത്തകര്. നമുക്കറിയാം നമ്മുടെ KB ബൈജുവിനെ പോലെ, കാസർഗോഡ് റിപ്പോർട്ടർ KB ബൈജു ഈ അർജുനെ കാണാതായെന്ന് അറിഞ്ഞ് അന്ന് മുതൽ ശിരൂരിലുള്ള മാധ്യമ പ്രവർത്തകനാണ്. എനിക്ക് തോന്നുന്നു രാവിലെ ഈ ബൈജുവുമായി സംസാരിച്ചപ്പോൾ ബൈജു പറയുന്നത്, ബൈജു വലിയ ശബ്ദം ഇടറിയ ഈ അർജുനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അർജുന്റെ കുടുംബാംഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ, അർജുന്റെ കുടുംബത്തിന്റെ ഭാഗമായി, ഒരു കുടുംബാംഗത്തെ പോലെയായി മാറിയ ബൈജു. അങ്ങനെ ഓരോരുത്തരെയുമാണ് നമുക്കിവിടെ നിന്ന് ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും അവരുടെ വാക്കുകൾ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നല്ലോ.
ഉറപ്പായും അത് ടോം സൂചിപ്പിച്ചതുപോലെ അത് അർജുന് വേണ്ടി ഇടപെട്ട ഓരോ ആളുകളും നേരിടുന്ന പ്രതിസന്ധിയാണ്. ഒന്ന്, തൊണ്ടയിടറാതെ, ശബ്ദമിടറാതെ അർജുനെ പറ്റി ഓർക്കുക പ്രയാസമാണ്. കാരണം അർജുൻ തിരികെ എത്തുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ആദ്യ ദിവസങ്ങൾ, എത്രയോ ദിവസങ്ങൾ. അതിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ ചൂഴ്ന്നിറങ്ങുകയും ചെയ്തു. ആ ട്രക്കിൻ്റെ കമ്പനിയുടെ വിശദീകരണം പോലും, അതായത് അത്രമാത്രം സുരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. മണ്ണിടിച്ചിലാണ് എങ്കിൽ ആ മണ്ണിനടിയിൽ ആ ലോറി സേഫാണ് എങ്കിൽ അർജുനെ നമുക്ക് വീണ്ടെടുക്കാമെന്നുള്ള അക്ഷീണ പ്രയത്നമായിരുന്നു ആദ്യം. പിന്നീടാണ് തിരിച്ചറിയുന്നത് ആ ലോറി ആ മണ്ണിനടിയിൽ ഇല്ല എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ ആ ദൗത്യം ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ആ ദൗത്യത്തിൽ ഇടപെട്ട സോണാർ പരിശോധന ഉൾപ്പെടെ നടത്തിയ സൈന്യം റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധനയിൽ സ്പോട്ടുകൾ കണ്ടെത്തുന്നു. ഇവിടെ ആ ലോറിയുടെ ക്യാബിനുണ്ട് എന്ന് കരുതുന്ന തരത്തിൽ സോണാറിൽ ഡിറ്റക്ഷൻ ഉണ്ടാകുന്നു, സോണാറിൽ കണ്ടെത്തലുണ്ടാകുന്നു. പിന്നാലെ നമുക്ക് പിന്നെ അത് അർജുനെ വീണ്ടെടുക്കുക, അർജുനെ വീട്ടിലെത്തിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതുവരെ നമ്മൾ അർജുൻ ജീവനോടുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ പുലർത്തിയവരാണ്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ചില യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ട സാഹചര്യം ഉണ്ടായി. ഇതിനിടയിൽ കുടുംബാംഗങ്ങൾ പോലും പറയുന്നുണ്ടായിരുന്നു, അർജുൻ ഇനി ഇല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി, അർജുൻ ഇനി മടങ്ങി വരില്ല ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ അതിനുമപ്പുറം ഞങ്ങൾക്ക് അർജുനെ എത്തിക്കണം എന്നുള്ളത് അവർ കണ്ണീരോടുകൂടി പറഞ്ഞപ്പോൾ നെഞ്ച് തകർന്നല്ലേ നമ്മൾ കേട്ടു നിന്നത്, നെഞ്ചുലഞ്ഞല്ലേ നമ്മൾ എല്ലാം ഏറ്റുവാങ്ങിയത്. ആ അർജുൻ അങ്ങനെ ഏറ്റവും ഒടുവിൽ അവർ ആഗ്രഹിച്ചതുപോലെ അവർ ആഗ്രഹിച്ചു എന്നതിനപ്പുറം അവർ ഏറ്റവും കുറഞ്ഞ പക്ഷം അർജുനെ അവിടെ ആ മണ്ണിലെത്തിക്കണം എന്നുള്ള അവരുടെ ആഗ്രഹമെങ്കിലും സഫലമായി എന്നുള്ളതാണ്. ജീവനോടെയല്ല നമുക്ക് അർജുനെ തിരികെ എത്തിക്കാൻ കഴിഞ്ഞുള്ളത് ശരി തന്നെ. പക്ഷേ ഈ കാത്തു നിൽക്കുന്ന ആളുകളെ കാണുക, അവർ ഒരു പക്ഷേ ഇതിൽ എത്ര പേര് അർജുനെ നേരിട്ട് അറിയാവുന്നവരുണ്ടാകും അറിയില്ല. ആ നാട്ടുകാരായിട്ടുള്ള ആളുകളുണ്ടാകാം. അതിനുമപ്പുറം എത്രയോ ദൂരങ്ങളിൽ നിന്നും അർജുനെ കാണാൻ വേണ്ടി വന്നവരുണ്ട്. CV അനുമോദ് കൂടി ചേരുന്നുണ്ട് നമുക്ക് ആ വീട്ടിൽ നിന്ന്. അനുമോദ്, ഈ കാത്തു നിൽക്കുന്ന ജനങ്ങളെ കാണുമ്പോൾ അത് ഇതാണല്ലോ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ പറഞ്ഞു പോകുന്ന സമയമാണ്. അനുമോദ്, എന്താണ് ഇന്നത്തെ ചടങ്ങുകളൊക്കെ എപ്പോൾ ആരംഭിക്കും, എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി? എന്തോ മനുഷ്യസ്നേഹം പുഴ പോലെ ഒഴുകി വരികയാണ് അർജുന്റെ ആംബുലൻസിന്റെ പുറകെ. നമ്മൾ ആ ആകാശ ദൃശ്യത്തിൽ കണ്ടതാണ്. എത്രമാത്രം ആളുകളാണ് അർജുനെ അന്ത്യാഞ്ജലി നൽകാൻ, അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇവിടെ എത്തി. അർജുൻ തന്റെ സഹോദരനായിരുന്നു, തന്റെ സുഹൃത്തായിരുന്നു, അവന് താൻ വിട ചൊല്ലുകയാണ് എന്ന് പറഞ്ഞ് അവൻ അവസാനമായി ഒന്ന് വിട നൽകുവാൻ, യാത്രാമൊഴി നൽകുവാൻ ഒഴുകിയെത്തിയത്. ഇവരൊന്നും തന്നെ അർജുനെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടവരല്ല. എല്ലാവരും ആ അപകടത്തിന് ശേഷമാണ് അർജുനെ അറിയുന്നതും പിന്നീട് ഈ നാട് മുഴുവൻ അർജുന്റെ പേരിൽ അറിയപ്പെടുന്ന സാഹചര്യം. ഓരോരുത്തർക്കും പറയാൻ അർജുനെ കുറിച്ച് ഓരോ ഓർമ്മകൾ. അത് നമ്മൾ കണ്ടത് മനുഷ്യസ്നേഹം മറ്റെവിടെയും ഇത്രമാത്രം ഹൃദയസ്പർശിയായിട്ട് ചിത്രീകരിച്ച് കാണില്ല. കാരണം അർജുന് വേണ്ടി കാത്തിരുന്നവരിൽ അർജുന്റെ വീട്ടുകാർ മാത്രമല്ല, മലയാളം സംസാരിക്കുന്ന എല്ലാവരും അർജുന്റെ വിവരങ്ങൾ അറിയാൻ വാർത്തകൾക്ക് മുമ്പിൽ കാത്തിരുന്നു. അർജുന്റെ ഓരോ വിവരങ്ങളും അവർ ശ്രദ്ധയോടെ കേട്ടു, പ്രാർത്ഥിച്ചു. അവിടെ നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ചയിൽ പലരും കണ്ണ് നനഞ്ഞ് വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചകളാണ് കാണുന്നത്. ചോദിക്കുമ്പോൾ അവർ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, അർജുനെ കാണുന്നത്, അറിയുന്നത്. പക്ഷെ അർജുന്റെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവരൊക്കെ വിങ്ങിപ്പൊട്ടുകയാണ്. ഇതാണ് നമ്മളെയൊക്കെ ചേർത്ത് നിർത്തുന്ന ആ കാണാത്ത ചങ്ങല. അത് ഒരു മനുഷ്യ സ്നേഹത്തിന്റെ ഒരു വേറിട്ട അധ്യായമാണ്. ഈ ഒരു നാട് ഇനി അർജുന്റെ പേരിലായിരിക്കും, അർജുൻ എന്ന ആ ഒരു യുവാവിന്റെ പേരിൽ, മനുഷ്യ സ്നേഹത്തിന്റെ പേരിലായിരിക്കും കാലങ്ങൾക്കപ്പുറത്തും അറിയപ്പെടുക, ഓർമ്മിക്കപ്പെടുക. കാരണം ഇത്രമാത്രം ഒരു വികാരനിർഭരമായ യാത്രയപ്പ് ഒരു സാധാരണ മനുഷ്യന് ഇതിനു മുൻപ് ആരും നൽകി കാണില്ല. അർജുൻ ഒരു സാധാരണക്കാരനാണ്, നമ്മളെയൊക്കെ പോലെ തന്നെ ഉപജീവനത്തിന് തൊഴിൽ ചെയ്ത് ലോറി ഓടിച്ച് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് കുടുംബത്തെ നോക്കി കഴിയുന്ന പോലെ സമൂഹത്തിന് സഹായിച്ച് അങ്ങനെ ജീവിക്കുന്ന നമ്മളെപ്പോലെ ഒരാളാണ്. ആ മനുഷ്യന് വിട ചൊല്ലുവാനാണ് കേരളം മുഴുവൻ കണ്ണാടിക്കൽ എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക്
ഒഴുകിയിരിക്കുന്നത്. ഈ ഗ്രാമത്തിലേക്കുള്ള, ഈ വീട്ടിലേക്കുള്ള വഴികളൊക്കെ ജനസഞ്ചയമാണ്, ജനസാഗരമാണ്. ആർക്കും മുന്നോട്ട് പോകാനോ അനങ്ങാനോ കഴിയാത്ത രീതിയിൽ നിറഞ്ഞിരിക്കുകയാണ്. നേരത്തെ ആകാശ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ആംബുലൻസിന് പിന്നിലായിട്ട് ജനങ്ങൾ ഒഴുകി 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 ആ അർജുന്റെ വീട്ടിലേക്ക് എത്തുന്ന കാഴ്ച. എങ്ങനെയാണ് ഇതെല്ലാം വിവരിക്കുക എന്ന് ഇപ്പോഴും പറയാനാകുന്നില്ല. കാരണം ഇതൊക്കെ സത്യത്തിൽ ഇവിടെ എത്തിയ ഓരോരുത്തർക്കും അർജുനുമായിട്ട് എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ മനുഷ്യനാണ് എന്നുള്ള ബന്ധം മാത്രമാണുള്ളത്. അവർക്കെല്ലാം വാർത്തകളിലൂടെ, നമ്മൾ നൽകിയ വാർത്തകളിലൂടെയും വിവരങ്ങളിലൂടെയും ഒക്കെ അർജുനെ അറിഞ്ഞ പരിചയം മാത്രമാണുള്ളത്. പക്ഷേ അർജുന്റെ മകന് വാങ്ങിയ ആ കളിപ്പാട്ടം കണ്ടെത്തിയപ്പോൾ ആ കണ്ണ് നനയാത്തതായിട്ട് ആരും ഉണ്ടാകില്ല. അത്രമാത്രം വേദന, അർജുന്റെ കുടുംബത്തിന്റെ വേദന നമ്മുടെ ഓരോരുത്തരുടെയും വേദനയായി മാറുന്നു. അവരുടെ വേദന സ്വന്തം വേദനയാകുമ്പോൾ നമ്മൾ അവിടെ സ്നേഹം കൊണ്ട് പരസ്പരം ബന്ധിക്കപ്പെടുകയാണെന്ന് പറഞ്ഞു കേട്ടതുപോലെ, വായിച്ചറിഞ്ഞതുപോലെയാണ് ഈ കാഴ്ചകളൊക്കെ തന്നെ. അത്രമാത്രം ഹൃദയസ്പർശിയാണ്, വാക്കുകൾക്ക് അപ്പുറത്താണ്. ഈ ഒരു ജനസഞ്ചയം ഈ സമയക്രമങ്ങളെയൊക്കെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എത്രമാത്രം പേർക്ക് അത് കാണാനാകും അർജുനെ എന്ന് പറയാനാകില്ല. അർജുന്റെ മൃതദേഹം വീടിന് മുൻപിൽ, വിളക്കിന് മുൻപിൽ പൊതുദർശനത്തിനായി കിടത്തുമ്പോൾ അർജുന്റെ വീടിന്റെ പുറകുവശത്ത് അവസാന യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുന്നുണ്ട്. 12 മണി എന്ന സമയമൊക്കെ കഴിഞ്ഞു പോകുമെന്ന് ഉറപ്പാണ്. അത്രമാത്രം ജനത്തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ അന്ത്യകർമ്മങ്ങൾ വൈകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം അർജുന്റെ മൃതദേഹം പൊതുദർശനത്തിനായി വീടിന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ ഒരുക്കങ്ങൾ കാണാം. എന്താണെങ്കിലും ഇതൊരു സാധാരണ മനുഷ്യൻ മരണത്തിലൂടെ വീണ്ടും ജനിക്കുന്ന, അമരനാകുന്ന കാഴ്ചയാണ്. കാരണം ഈ ഒരു നാമം, അർജുൻ എന്ന നാമവും കണ്ണാടിക്കൽ എന്ന ഗ്രാമവും മലയാളി എന്നും ഓർത്തു വെക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വന്നു ചേർന്ന ആളുകൾ മണിക്കൂറുകൾ കാത്തുനിന്ന് ഇന്നലെ രാത്രി പുറപ്പെട്ടവർ വരെ ഈ കൂട്ടത്തിലുണ്ട്. അതും സ്ത്രീകൾ, പ്രായമായവർ. ഇവരെല്ലാം തന്നെ തങ്ങളുടെ മകനെ പോലെയാണ് അർജുൻ, തങ്ങളുടെ കുടുംബത്തിലൊരാളെ പോലെയാണ് അർജുൻ എന്ന് പറഞ്ഞ് കാണുമ്പോൾ അർജുൻ എത്രമാത്രം അമരനാണ് എന്ന് നമ്മൾ പറഞ്ഞു പോകും. അതെ, എന്താണെങ്കിലും ഈ ഒരു അർജുന്റെ വീടിന്റെ മുൻപിൽ ഇപ്പോൾ പൊതുദർശനത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പൊതുദർശനം അല്പസമയത്തിനകം ആരംഭിക്കും. വീടിനുള്ളിൽ നിന്നും മൃതദേഹം പുറത്തെത്തിച്ചിട്ടുണ്ട്. വലിയ തിരക്കാണ് നമുക്ക് എല്ലായിടത്തും കാണാനാകുന്നത്. വീടിനകത്തും പുറത്തും വഴികളിലും നാട്ടിലും എല്ലാം ആളുകളുടെ പ്രവാഹമാണ്, ഒഴുക്കാണ്. ഇത്രമാത്രം സ്നേഹം ഒരു മനുഷ്യൻ എങ്ങനെ നേടിയെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം അത് മനുഷ്യത്വമാണ്, മനുഷ്യത്വം കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. ഏതോ എന്താണെങ്കിലും പൊതുദർശനം ആരംഭിക്കുകയാണ്. ഇനി ഏതാനും സമയം മാത്രമാകും അർജുൻ തന്റെ വീടിന് മുൻപിൽ, തന്റെ വീടിൽ വിശ്രമിക്കുക. അതിനുശേഷം ഒരുപിടി ചാരമാകും, ഓർമ്മയാകും. പക്ഷേ അർജുന്റെ ഉചിതമായ ഒരു യാത്രാവഴി നൽകുവാൻ, അല്ലെങ്കിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാൻ സാധിച്ചല്ലോ എന്ന ഒരാശ്വാസം മാത്രം ഈ കുടുംബത്തിനുണ്ടാകും. അത് കുടുംബത്തിന്റെ മാത്രമല്ല, നമുക്കെല്ലാം ഒരാശ്വാസമാണ്. സന്തോഷമല്ല, ആശ്വാസമാണ്. കാരണം മനുഷ്യത്വത്തിന്റെ മറ്റൊരധ്യായം രചിച്ചുകൊണ്ടാണ് അർജുൻ വിടവാങ്ങിയത്. ഒരിക്കലും കാണാത്ത ഒരുപാട് പേർ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പേർ അയാൾക്ക് വേണ്ടി സ്വജീവൻ പണയം വെച്ച് അയാളെ തിരഞ്ഞ് ആഴങ്ങളിലേക്ക് ഊളയിടുന്നു. ഇതൊക്കെ മനുഷ്യത്വമല്ലാതെ മറ്റെന്താണ്? ഇതിനൊന്നും നമുക്ക് മറ്റുദാഹരണങ്ങളോ സമാനമായ ഓർമ്മകളോ പങ്കുവെക്കാനാകില്ല. കാരണം ഇത് ഒരു മനുഷ്യ സ്നേഹത്തിന്റെ പുതുചരിത്രം എഴുതിക്കൊണ്ടാണ് അർജുൻ ഓർമ്മയായിരിക്കുന്നത്. എൽദോ, ഒരുപാട് പ്രതീക്ഷ പുലർത്താം ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. ഒരുപാട് നമ്മൾക്ക് ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്താകും ഈ ദൃശ്യങ്ങൾ. കാരണം
ഒരു ദുരന്തമുഖത്ത് മലയാളികൾ എന്നും ഒറ്റക്കെട്ടാണ്. ആ കുടുംബത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് നമ്മളെല്ലാവരും. ആ കുടുംബത്തിന് ഒരു അർജുനായിരിക്കും നഷ്ടപ്പെട്ടത്. 1000, 10,000 അർജുനന്മാർ ഇപ്പോൾ ആ വീട്ടുമുറ്റത്തുണ്ട് ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാനായി. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ സന്തോഷവും. ഈ ദുരന്തത്തിനിടയിലും ഒരു മരണവീട്ടിലും നമ്മൾ കാണേണ്ട പ്രത്യാശ അതാണ്. ആ നിൽക്കുന്നവരെല്ലാം അർജുന്മാരാണ്. അവരുടെ എല്ലാം മനസ്സിപ്പോൾ അർജുനൊപ്പമാണ്. അർജുനെപ്പോലെ ചിന്തിക്കുന്നവരാണ് അവരെല്ലാവരും. അത് ആ കുടുംബത്തിന് കൂടുതൽ ധൈര്യം നൽകട്ടെ, കൂടുതൽ മുന്നോട്ട് പോകാനുള്ള പ്രയത്നം ഊർജം പകരട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കാൻ കഴിയുക. KV ബൈജു ഈ ശിരൂരിൽ അപകടമുണ്ടായപ്പോൾ മുതൽ അവിടെ നിന്ന് നമുക്ക് പ്രേക്ഷകരിലേക്ക് കാര്യങ്ങൾ ഒന്നൊന്നായി എത്തിച്ചതാണ്. ബൈജു കാര്യങ്ങൾ ആദ്യം എത്തിച്ചപ്പോൾ അർജുൻ ഗംഗാവലിപ്പുഴയിലാണ് എന്നുള്ള കാര്യങ്ങൾ പോലും ആദ്യം മലയാളത്തിലേക്ക് എത്തിക്കുമ്പോൾ അത് ആദ്യമൊരു ശ്വാസം മുട്ടിയ നിമിഷമായിരുന്നുവെങ്കിൽ പോലും പിന്നീട് ആ വീട്ടുകാരുൾപ്പെടെ ഉൾക്കൊള്ളുകയായിരുന്നു. കുടുംബാംഗങ്ങൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ബൈജു ചേട്ടൻ പറഞ്ഞു കൊടുത്ത ഓരോ കാര്യങ്ങളെന്ന്. അപ്പോൾ ബൈജു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശിരൂരിലെ ആ ദിവസങ്ങൾ നീണ്ട ആ ദൗത്യത്തിനൊടുവിൽ ഇപ്പോൾ അർജുൻ്റെ വീട്ടിലേക്ക് ബൈജുവും ആദ്യമായിട്ടായിരിക്കുമല്ലോ വരുന്നത്. ആ ദിവസങ്ങൾ എങ്ങനെയാണ് ബൈജു ഓർത്തെടുക്കുക? കാരണം അത് ഒരുപക്ഷെ നമുക്ക് ഒരു തരത്തിലും പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയാണ് അത്രമാത്രം നാളുകൾ, ഇത്രമാത്രം ദിവസങ്ങൾ അക്ഷീണം നമ്മൾ പ്രയത്നിച്ചത്. എങ്ങനെയാണ് ബൈജു ഓർക്കുക? തീർച്ചയായും എന്തോ അങ്ങേയറ്റം വൈകാരികമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഇപ്പോൾ കണ്ണാടിക്കല്ലെ ആ അർജുന്റെ വീട് കടന്നു പോകുന്നത്. ഒരുപാട് ആളുകൾ, ഒരുപക്ഷെ നമ്മളെ പോലെ തന്നെ അർജുനെ ഒരിക്കലും അറിയാത്ത ആളുകൾ നേരത്തെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗത്തെ വീടുകളിലൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ വന്ന് അർജുന്റെ വീട് എവിടെയെന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ. ഇത് ഒരു ഇടുങ്ങിയ വഴിയാണ്, വാഹനങ്ങൾക്കൊന്നും അത്ര പെട്ടെന്ന് ഈ വഴി വരാൻ പറ്റില്ല. ഒരു കിലോമീറ്റർ മാറി വാഹനം വെച്ച് നടന്നു വേണം ഇവിടത്തേക്ക് വരാൻ. അത്തരത്തിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെ. ഏതായാലും വലിയ തോതിൽ ആളുകൾ അത്രത്തോളം അർജുനെ സ്നേഹിച്ചു. അവസാനമായി ആ കണ്ണാടിക്കലിലെ വീട്ടിൽ ആ ഭൗതിക ശരീരം എത്തുമ്പോൾ അതൊന്ന് കാണാൻ, സാഹചര്യമൊക്കെ അറിയാൻ ഒരുപാട് ആളുകൾ എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൗത്യത്തിൽ ആദ്യം മുതൽ ഉണ്ടായ ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ 18-ാം തീയതി, അതായത് ജൂലൈ 16-ന് ഈ അപകടം ഉണ്ടായി. ജൂലൈ 18-ന് തന്നെ നമ്മൾ ന്യൂസ് 18 സംഘം ശിരൂരിലെത്തുകയും പിന്നീട് ഓരോ ഘട്ടങ്ങളായി ഇതിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ഒരുപാട് പ്രതിസന്ധികൾ ഈ ദൗത്യത്തെ നേരിടുമ്പോഴും അതിനൊക്കെ സാക്ഷിയാവുകയും ചെയ്തതാണ്. അപ്പോഴൊന്നും വലിയ തോതിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും അർജുൻ ലോറി ഉണ്ടാകും, ആ ക്യാബിനകത്ത് ഉണ്ടാകും എന്ന ഒരേ സ്വരത്തിൽ ആദ്യം മുതൽ അവസാനം വരെ പറയുകയും പിന്നീട് അത് തന്നെ സംഭവിക്കുകയും ചെയ്ത ഒരു മുഹൂർത്തം, അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ മുഹൂർത്തം. എന്തായാലും ഇപ്പോൾ ഈ ആളുകളെ ഒരു ഘട്ടത്തിൽ ഈ ഭാഗത്തേക്ക് കടത്തിവിടാതെ ഇവിടെ എത്തിയതിൽ പകുതി ആൾക്കാരും അവിടെ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും ആ ഭൗതിക ശരീരം ഇപ്പോൾ വീടിന്റെ മുൻപിൽ കുടുംബാംഗങ്ങളെല്ലാം വീടിന്റെ അകത്തുണ്ട്. വിങ്ങി പൊട്ടലുകൾ മാത്രമാണ് ഇവിടെ. അത്രത്തോളം ഓരോ ആളുകളുടെയും മുഖത്തും കണ്ണുകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നു. സ്ത്രീകളും കുട്ടികളും ഒക്കെയായി പ്രായമായവരും ഒക്കെ ഒരുപാട് അത്തരത്തിലുള്ള ആളുകൾ ക്യൂ നിന്നൊക്കെ ഈ പൊതുദർശനത്തിൽ ഇവിടെ എത്തി എന്നതാണ് അതിൽ ഏറ്റവും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരാൾ, അയാൾ നമ്മുടെ ആരൊക്കെയോ ആയ ഒരു ഘട്ടം, ഓരോ മലയാളിയുടെയും ഒരു കുടുംബാംഗം പോലെ ഈ വാഹനം കടന്നു വരുമ്പോൾ പോലും നമ്മൾ ആ വാഹനത്തിനൊപ്പം അനുഗമിച്ച ഒരാളാണ്. ഈ ശിരൂരിൽ ഇന്നലെ വൈകിട്ട് 6 മണിക്ക് കാർവാറിലെ ആ മോർച്ചറിയിൽ നിന്നും ആ മൃതദേഹം ഈ ആംബുലൻസിൽ കയറ്റുമ്പോൾ മുതൽ നമ്മൾ ആ കൂടെയുണ്ട്, അർജുന്റെ കൂടെയുണ്ട്. പിന്നീട് ഓരോ വഴി പിന്നിടുമ്പോഴും ഉടുപ്പിയിലൊക്കെ വലിയ തോതിൽ കേരള സമാജത്തിന്റെ നേതൃത്വത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ എത്തുന്ന കാഴ്ച. പിന്നീട് മഞ്ചേശ്വരം അതിർത്തിയിലായിരുന്നു വലിയ തോതിൽ അർദ്ധരാത്രി ഇത്രത്തോളം ആളുകൾ അവിടെ കൂടി നിന്നു അവരെ അവസാനമായി ഒന്ന് കാണാൻ. പിന്നീട് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലും ഒരുപാട് ആളുകൾ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അവിടെ എത്തിയിരുന്നു. നമ്മൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അത്രത്തോളം ആളുകൾ വലിയ തോതിൽ പ്രയാസപ്പെട്ടാണ് ഈ സമയക്രമം. രാവിലെ 8 മണിക്ക് വീട്ടിലേക്ക് എത്തിക്കണമെന്നായിരുന്നു സമയം ക്രമീകരിച്ചിരുന്നത്. പക്ഷേ അത്രത്തോളം ആളുകൾക്ക് സ്നേഹിക്കുകയും സമയം 12 മണി, 1 മണി, 2 മണിക്കൊക്കെ അത്തരം ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നതും അതൊക്കെ വലിയൊരു കാഴ്ച. അത് നമുക്ക്
നമ്മൾ ഈ മുഹൂർത്തം ഒരിക്കലും ഇത് ചില ഘട്ടങ്ങളിലൊക്കെ നമ്മൾ തളർന്നുപോയ സമയമുണ്ടായിരുന്നു. ഇനി കണ്ടെത്താൻ കഴിയില്ലേ, അത്രത്തോളം ഈ ഗംഗാവലി പുഴ വലിയ തോതിൽ രൗദ്രഭാവത്തോടെ ഒഴുകുന്ന ഗംഗാവലി പുഴയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് അത് ഒരു നോട്ട് അടിയൊഴുക്കായി വളരെ ശാന്തയായി. പക്ഷെ ആ സമയത്തും അർജുൻ എവിടെ, ലോറി എവിടെ എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും വലിയ വൈകാരികമായ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് കണ്ണാടിക്കലിലെ വീട് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും ഈ പൊതുദർശനം ഇനിയും നീണ്ടേക്കാം. അത്രത്തോളം ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി ഇത് മണിക്കൂറുകളോളം നീണ്ടേക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അർഹിക്കുന്ന അവസാനമായുള്ള ആ യാത്രയപ്പ് അത് തന്നെയാണ് ഇപ്പോൾ കണ്ണാടിക്കൽ സാക്ഷ്യം വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് വീടിന് തൊട്ട് പിറകിലായ ആ പ്രത്യേകം ഒരുക്കിയ സ്ഥലത്തിന് അന്ത്യ വിശ്രമമായിരിക്കും. മകൻ ഉൾപ്പെടെ, കുടുംബം ഉൾപ്പെടെ വീടിനകത്തുണ്ട്. ഒട്ടേറെ നേതാക്കളുണ്ട്, ഒരുപാട് നേതാക്കളുണ്ട്. AK ശശീന്ദ്രൻ മന്ത്രി, അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഇന്നലെ 6 മണിക്ക് ആ മൃതദേഹം ഏറ്റുവാങ്ങി കാർവാർ MLA സതീഷ് ജെയിൻ, അദ്ദേഹം ഈ ആംബുലൻസിനോടൊപ്പം തന്നെ അനുഗമിച്ചു. AKM അഷറഫ് MLA അദ്ദേഹവും ആംബുലൻസിനോട് ഒപ്പം തന്നെ വന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഈ ദൗത്യത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരാളാണ് ഈശ്വർ മൽപെ. ആ ഈശ്വർ മൽപെ ഓടിയെത്തി ഒരു ഘട്ടത്തിൽ അമ്മയ്ക്ക് ഒരു വാക്ക് നൽകിയിരുന്നു ഈശ്വർ മൽപെ, തന്റെ മകനെ തിരിച്ചു കൊണ്ടുതരും എന്ന്. ആ ഒരു വാക്കിന്മേലാണ് സർക്കാർ, അതായത് പോലീസിന്റെ വിലക്ക് ലംഘിച്ചു പോലും ആഴങ്ങളിലേക്ക് ഈശ്വർ മൽപ അവിടെ തിരച്ചിൽ നടത്തുന്ന ഒരു ഘട്ടമൊക്കെ നമ്മൾ കണ്ടതാണ്. ഒടുവിൽ വലിയ തോതിൽ സങ്കടത്തോടെ, നിരാശയോടെ പോകുന്ന ഈശ്വർ മൽപയെ നമ്മൾ കണ്ടു. കണ്ണു നിറയുന്ന ആ ഈശ്വർ മൽപയെ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ, അദ്ദേഹത്തിന്റെ കണ്ണിൽ അത്രത്തോളം ദുഃഖവും ഒക്കെയുണ്ട്. പക്ഷെ അപ്പോഴും അമ്മയ്ക്ക് നൽകിയ ആ വാക്ക് അദ്ദേഹം പാലിച്ചിരിക്കുന്നു. അദ്ദേഹവും ആ ആംബുലൻസിനകത്ത് നിന്ന് തന്നെ ഇവിടെ എത്തുമ്പോൾ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും അതുപോലെ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പൊതുദർശനം ഇനിയും മണിക്കൂറുകളോളം നീണ്ടേക്കാമെന്ന് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് ഈ രംഗം കാണുമ്പോൾ മനസ്സിലാവുന്നത്.